അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവ്, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഒരു ദിവസം നമ്മുടെ കർത്താവ് ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ മാർത്ത എന്നു പേരുള്ള ഒരു സഹോദരി അവനെ തന്റെ വീട്ടിൽ സ്വീകരിച്ചു. അവൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവനെ പ്രസാദിപ്പിക്കുന്നതിനായി അവന് വേണ്ടി പലതും ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അവൾ അതും ഇതും ചെയ്തു. അവൾ പലതും ചെയ്തു. എന്നാൽ അതിനുശേഷം അവൾ അസ്വസ്ഥയായി തീർന്നു. അവൾ അസ്വസ്ഥയായി എന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും അവൾ വിഷമിക്കുകയും അവളുടെ മനസ്സ് അസ്വസ്ഥമാവുകയും ചെയ്തു. മാർത്ത ചിന്താകുലയായവരെ പോലെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു. കർത്താവ്, എന്റെ സഹോദരി എന്നെ തനിച്ച് സേവിക്കുവാൻ വിട്ടിരിക്കുന്നതിൽ നിനക്കൊന്നും ഇല്ലയോ? എങ്കിൽ എന്നോടൊപ്പം പങ്ക് ചെയ്യുവാൻ അവളോട് പറയണം എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് മറുപടിയായി, മാർത്തയെ മാർത്തയെ, നീ അനേകം കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ടും വ്യാകുലപ്പെട്ടും ഇരിക്കുന്നു. എന്നാൽ ഒരു കാര്യമേ ആവശ്യമുള്ളൂ. മറിയ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുത്തു മാറ്റുകയുമില്ല. ഒന്നേ വേണ്ടൂ എന്ന് കർത്താവ് പറഞ്ഞു. മാർത്ത പലതും ചെയ്തു. എന്നാൽ കർത്താവ് പറഞ്ഞത് ഒന്നേ ആവശ്യമുള്ളൂ എന്നാണ്. നാം ഒന്നിനു പുറകെ ഒന്നായി ആസൂത്രണം ചെയ്യുകയും ഒന്നിനു പുറകെ ഒന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നാം പലതും ആസൂത്രണം ചെയ്യുകയും പലതും പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് തോന്നുമായിരിക്കും. എന്നാൽ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. ആവശ്യമായിരിക്കുന്ന അനേകം കാര്യങ്ങളില്ല. ആവശ്യമുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സഹോദരന്മാരെ, ആവശ്യമുള്ള ഒരേ ഒരു കാര്യം എന്താണ്? അത് ക്രിസ്തു തന്നെ അല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് മറിയ തിരഞ്ഞെടുത്തത്. മറിയയെ പോലെ കർത്താവിന്റെ മുമ്പാകെ നിശബ്ദമായിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ആവശ്യമുള്ള കാര്യം ലഭിക്കൂ. ഓരോ ക്രിസ്ത്യാനിയും വേല ചെയ്യണം. ആരെങ്കിലും വേല ചെയ്യുന്നില്ലെങ്കിൽ അത് തെറ്റാണ്. വേല ചെയ്യാത്തവൻ ഭക്ഷിക്കരുതെന്ന് ബൈബിൾ പറയുന്നു. നാം ഉത്സാഹത്തോടെ വേല ചെയ്യണം. എന്നിരുന്നാലും നാം വേല ചെയ്യുമ്പോൾ പലപ്പോഴും ആന്തരികമായി നാം വിശ്രമം കണ്ടെത്തുന്നില്ല. നാം കർത്താവിനെ തന്നെ മറന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ നാം രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരക്കുള്ളവരായതിനാൽ കർത്താവിന്റെ മുമ്പാകെ പ്രവർത്തിക്കാനോ ബൈബിൾ വായനയ്ക്കോ സമയം കണ്ടെത്തുന്നില്ല. നാം അധ്വാനിക്കുമ്പോഴോ എന്തെങ്കിലും ആത്മീയ വേല ചെയ്യുമ്പോഴോ ഒരു സഹോദരനോ സഹോദരിക്കോ സഹായം നൽകുമ്പോഴോ നമ്മുടെ ഉദ്ദേശം കർത്താവിന് വേണ്ടിയായിരിക്കാം. എന്നാൽ ഒടുവിൽ നമ്മുടെ ശ്രദ്ധ തെറ്റുന്നു. നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുന്നു. കർത്താവിനെ മറക്കുവാനും അവനെ വിട്ടുകളയുവാനും ഇടയാക്കുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്നതാണ് നമ്മുടെ പ്രശ്നം. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് നമ്മോട് പറയുന്ന കർത്താവിനെ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിൽ വിശ്രമിക്കുകയും അവനിൽ സംതൃപ്തരാകുകയും ചെയ്യുക എന്നതാണ് ഈ കാര്യം. അങ്ങനെ ചെയ്യുവാൻ ദൈവം നമ്മേവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.